ഇന്ന് ഉണക്കക്കൊഞ്ചും മാങ്ങായും ചക്കക്കുരുവും മുരിങ്ങയ്ക്കായും കൂടെ ഒക്കെ ഒരു തേങ്ങ അരച്ചൊരു പച്ചക്കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് ഇത് ഒരു അരക്കപ്പ് ഉണക്കക്കൊഞ്ച്. ഇതാണെങ്കിൽ തലയും പാലും എല്ലാം കളഞ്ഞ് കഴുകി കഴുകിയൊന്ന് ഊറ്റി വെച്ചിരുന്ന അതൊന്ന് വറുത്തെടുക്കാം. ഒരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ട് വറുത്തെടുക്കാം. ഈ ഒരു ചട്ടി വെച്ചിട്ട് ഇത് ഒരു വലിയൊരു മുരിങ്ങയ്ക്ക, ഒരു 7 ചക്കക്കുരു, 2 പച്ചമുളക്, ഒരു സവാള അതിലേക്കിടാം. ഒരു മാങ്ങ, വെള്ളം, ഒരു വലിയൊരു ഗ്ലാസ്സിന് ഇത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഇട്ട് ഇതൊന്ന് അടച്ച് വെച്ചൊരു നന്നായിട്ട് വെള്ളം പറ്റുന്നവരെ ഒന്ന് വേവിക്കാം. ഇനി ഇതിനുള്ള അരപ്പ് 1 കപ്പ് തേങ്ങ, 7 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം വെള്ളം ഒഴിച്ച്. ഇതിപ്പോൾ 5 മിനിറ്റായി ഓഫാക്കി ഇത് വറുത്തെടുത്ത്. ഇനി ഇതൊന്നിൽ ഇങ്ങനെ തന്നെ കറിക്കകത്ത് ചേർക്കാം, അല്ലെങ്കിൽ ഒന്ന് ചതച്ച് ചേർക്കാം. മിക്സിയുടെ ജാറിലിട്ട് പൊടിയരുത്, ഒന്ന് തിരിച്ച് കറിയിലേക്ക് ചേർക്കാം. ഞാൻ അങ്ങനെയാണ് ഇത് ചേർക്കുന്നത്, അല്ല ഇങ്ങനെ തന്നെ കറിയിലോട്ട് ചേർത്താലും മതി. ഇതിങ്ങനെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് തിരിച്ചെടുത്ത് അത് ഈ കറിയിലേക്ക് ഇടാം. ഇനി ഇത് വീണ്ടും നന്നായിട്ട് അത് കുക്കാവട്ടെ. ഇതിപ്പം 15 മിനിറ്റായി വെച്ചിട്ട് ഒന്ന് പറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ അരച്ച് അരപ്പ് ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക ഇതിലേക്ക്. ഇനി ഇത് ഓഫാക്കിയിട്ട് ഇനി കടുക് വറക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. 1/4 ടീസ്പൂൺ കടുക്. അതിലേക്ക് ചെറിയ ഉള്ളി, ഒരു 4 ചെറിയ ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില, ഒരു വറ്റൽമുളക് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടാം. എന്നിട്ട് ഓഫാക്കാം. കടുക് വറുത്തത് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞെടുക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞെടുത്ത് നോക്കാം. നന്നായിട്ട് കുറച്ചുകൂടെ വെള്ളം ആയിട്ട് വേണമെന്നുള്ളത് കുറച്ചുകൂടെ തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി ഇതിൽ.